മേഴ്സിഡീസ് ബെൻസിൽ വരുന്ന അതേ സ്റ്റൈലിലുള്ളൊരു കൺട്രോൾസാണ് ഇവിടെ അതിൽ തോന്നാണെങ്കിൽ ഒരു ഡൈപ്പായിട്ട് തോന്നി. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സർവീസ് ചെയ്യുന്ന 1000 കിലോമീറ്ററിലാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് 10-അടുപ്പിച്ചാണ് മൈലേജ് കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്ക് കാര്യം അറിയില്ല. അപ്പം ഞാൻ 2 വട്ടം ഷോറൂമിൽ കയറി വാഹനം സർവീസിന് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം കോമ്പാക്റ്റ് XUV ലെവലല്ല ഈ വാഹനം അവതരിപ്പിച്ചെങ്കിൽ പോലും നമ്മുടെ ടാറ്റ പഞ്ചിനേക്കാളും അതേ കണക്ക് തന്നെ KUV 300-നേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതിന് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ്. നമ്മൾ ബ്രേക്ക് പാഡ് മാറിയിരുന്നു. അതല്ലാതെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. നോർമൽ സർവീസ് മാത്രം. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മാരുതി സുസുക്കി ഫ്രോൺസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു വാഹനം, ഈ പർട്ടിക്കുലർ വാഹനം ഞാൻ ഉപയോഗിക്കുന്ന ഒരു 1.5 വർഷമായിട്ട്, ഒന്നര അല്ല, ഏകദേശം 1 വർഷവും 2 മാസവുമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ 37,000 കിലോമീറ്റർ ഞാൻ ഉപയോഗിച്ചു. ആദ്യത്തെ 3 മാസം കൊണ്ട് 20,000 കിലോമീറ്റർ ഓടിക്കുകയും പിന്നീട് എനിക്ക് യൂസേജ്, ഈ വാഹനത്തിൻ്റെ ഒരു യൂസേജ് കുറയും. അങ്ങനെ ഇപ്പം ടോട്ടൽ 37,000 കിലോമീറ്റർ കവർ ചെയ്തൊരു വാഹനമാണിത്. അപ്പം ആ ഒരു ഇതിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ വാഹനത്തിനൊരു ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഈ വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ എസ്തെറ്റിക്സ് നമുക്ക് പറയാം. അതിനുശേഷം എൻജിനെ പറ്റിയും പിന്നീട് ഇൻറ്റീരിയർ എസ്തെറ്റിക്സിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ എസ്തെറ്റിക്സിനെ പറ്റി നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പം കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ളൊരു വാഹനമാണ് ഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കമ്പനി തന്നെ കുറച്ച് എസ്തെറ്റിക്സ് ആഡ് ചെയ്യാനായിട്ട് ഈ കാണുന്നൊരു റെഡ്, ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതും അതേ കണക്ക് തന്നെ ഈ ഒരു റെഡ് ബ്ലാക്ക് കോംബോയും ഈ ലിപ്പും ഇതെല്ലാം നമ്മുടെ ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു ഇങ്ങനെ വേണോ വേണ്ടയോ എന്നൊക്കെ. പിന്നെ അതേ കണക്ക് തന്നെ സൈഡിലും ഈ ഒരു ലിപ്പും ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ബ്ലാക്കിനകത്ത് ഗ്രേക്കകത്ത് റെഡ് കളർ വരുന്നൊരു മെറ്റീരിയൽ. അതെല്ലാം എന്താ പറയുക, ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വാഹനം ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. ഡെൽറ്റ പ്ലസ് AMT ആണ് ഈ വാഹനം. അതുകൊണ്ട് തന്നെയാണ് ഡെൽറ്റ പ്ലസ് മുതലാണ് ഈ ഒരു DRലും അതേ കണക്ക് തന്നെ LED ലൈറ്റും എല്ലാം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാലജൻ ആയിരിക്കും വരുന്നത്. ഇവിടെയായിട്ട് പ്രൊജക്ടർ ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. പിന്നെ ഏത് മോഡലാണെങ്കിലും ഈ വാഹനത്തിന് ഫോഗ് ലാമ്പില്ല. അതൊരു നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഇൻ ലോങ് ടേം നമുക്ക് രണ്ടും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ വിസിബിലിറ്റി അത്യാവശ്യം കൊള്ളാം. എന്നാൽ മലപ്രദേശത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇട്ട് വാഹനം കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു DRൽ കാണാനായിട്ട്, പകൽ വെളിച്ചത്തിൽ കാണാനായിട്ട് ഏകദേശം നല്ലൊരു ഇതാണ്. ഇതൊരു അർബൻ ക്രൂയിസറിന് വരുന്ന അതേ രീതിയിലുള്ളൊരു DRലാണ് വരുന്നത്. അർബൻ ക്രൂയിസറല്ല, മാരുതി വരുമ്പോൾ ഗ്രാൻഡ് വിത്താര വരുന്ന അതേ ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് ലാമ്പിലേക്ക് വരുവാണെങ്കിൽ ഇത് ബ്രൈറ്റിനും അതേപോലെ തന്നെ ഇത് നോർമൽ ഡിം ലൈറ്റുമാണ് വരുന്നത്. മൂന്നും ഒരു ഫ്രെയിമിലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, എസ്തെറ്റിക് ലുക്ക് കൂട്ടാനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ക്യാഡിങ് വരുന്നുണ്ട്. അത് കണക്ക് തന്നെ ഇവിടെ ഒരു റെയിൻ വൈസർ വരുന്നുണ്ട്. ഇതിനകത്ത് രണ്ടിലും ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് റെഡ് ലൈനിങ് ഉള്ളൊരു ഓപ്ഷൻ കൊടുക്കാനും ഓപ്ഷനുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഫെൻഡറിലേക്കൊരു ക്ലാഡിങ് ആണ്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ എസ്തെറ്റിക്സിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരു തട്ടിയത്, അല്ലെങ്കിൽ ഇത് ഫുള്ള് കണക്റ്റഡ് ടെയിൽ ലാമ്പ് ആക്സസറീസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടോപ്പ് മോഡൽ മാത്രമാണ് അങ്ങനെ വരുന്നത്. പിന്നെ അന്ന് വാഹനം തട്ടിയ സമയത്ത് പറ്റിയൊരു ഡാമേജാണ് ഇതെല്ലാം എന്താ പറയുക, ഈ ക്രോം ട്രീറ്റ്മെൻറ്റ് അത് കണക്ക് ഈ റെഡിനകത്ത് ഈ ക്ലാഡിങ്ങും ഇതെല്ലാം എക്സ്റ്റീരിയർ ആക്സസറി കിറ്റിൽ വരുന്നൊരു സാധനമാണ്. നമ്മൾ ഈ ഓരോന്നും പലതായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ നമുക്ക് സൈഡിലേക്ക് വരുമ്പം ഈ അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ ബാക്കി ആക്സസറീസ് എല്ലാം ഇപ്പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, 2 സൈഡിലും ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് എക്സ്റ്റീരിയർ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വരുവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫുൾ LED ആണ് ഈ ഒരു മോഡൽ തൊട്ട്. അതായത് ഡെൽറ്റ പ്ലസ് എന്ന ഈ ഒരു മോഡൽ തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ഫുൾ LED ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ
അപ്പം ഈ രീതിയിൽ LED ലൈറ്റിംഗ് ആണ് വരുന്നത്. അതൊരു 3 യൂണിറ്റ് ആയിട്ട്, സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് പകൽ സമയത്തും കാണാൻ നല്ല രീതിയിൽ ഉള്ളൊരു ലുക്കാണ് വരുന്നത്. നമുക്കൊരു പ്രീമിയം ടച്ച് ഈ വാഹനത്തിൽ തോന്നും, ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ഗ്രാൻഡ് വിത്താരയുടെ അതേ രീതിയിലുള്ളൊരു ലുക്കാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും DRLും വരുന്നത്. ഇതിന് ഹെഡ് ലാമ്പ് പോലും ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് വരുന്നുണ്ട്. മിററിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പ്രീമിയം ഇത് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബാക്കിലും അതിപ്പോൾ എല്ലാ മോഡലും ഫസ്റ്റ് ബേസ് മോഡൽ മുതൽ ഇവിടെ LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പം. പിന്നെ ഇതാണ് വണ്ടിയുടെ ഏകദേശം ഒരു എക്സ്റ്റീരിയർ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് പോവാം. എൻജിൻ എങ്ങനെയാണെന്നും അത് കണക്ക് തന്നെ എൻജിൻ ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എൻജിന്. അതിൽ പർട്ടിക്കുലർലി 1.2 ലിറ്ററും അതേപോലെ തന്നെ നമുക്കാദ്യം എൻജിൻ്റെ തുറന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഈ വരുന്ന, ഇത് K സീരീസിലെ 1.2 ലിറ്റർ പെട്രോൾ AMD എഞ്ചിനാണ് ഈ പെർട്ടിക്കുലർ ഡെൽറ്റ പ്ലസ് ഫ്രോൺസ് ഡെൽറ്റ പ്ലസിന് വന്നിരിക്കുന്നത്. അത് കൂടാതെ 1.2 ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പം ആദ്യത്തെ 2 മോഡൽ, അതായത് സിഗ്മയും ഡെൽറ്റയും വരുമ്പോൾ നമുക്ക് CNG ഓപ്ഷനും അവൈലബിൾ ആയിട്ടാണ്. അതിൽ ഡെൽറ്റ വരുമ്പോഴത്തേക്കും CNG ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡെൽറ്റ പ്ലസ്, അതായത് ഈ പെർട്ടിക്കുലർ വാഹനം ഡെൽറ്റ പ്ലസ് ആണ്. മാരുതി സുസുക്കി ഫ്രോൺസിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണിയാണ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിലേക്ക് വരുമ്പോൾ 1.2 ലിറ്ററും അതിനൊക്കെ 1 ലിറ്റർ ടർബോ മാനുവൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട്. പിന്നെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്നൊരു മോഡൽ കൂടി വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചധികം എസ്തെറ്റിക്സ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ ആൽഫയാണ്, അത് രണ്ടും 1 ലിറ്റർ ടർബോയിൽ മാത്രമായിട്ടാണ് വരുന്നത്. അതിന് ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എൻജിൻ സൈഡ് വരുന്നത്. ഇത് 1.2 ലിറ്റർ വരുമ്പോൾ K സീരീസ് എൻജിനാണ്. ഒരു ഹായ് പറഞ്ഞിട്ടുള്ള ക്യാമറയ്ക്ക്. അപ്പം 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്വിഫ്റ്റിലും അതാണ് തന്നെ മറ്റ് മാരുതി വാഹനങ്ങളിലും വരുന്ന K സീരീസ് എഞ്ചിൻ തന്നെയാണ്. എന്നാലും ചെറിയൊരു ട്യൂണിങ് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ കാര്യങ്ങളാണ്. പിന്നെ എൻജിൻ ബേ കാണാനായിട്ട് ഇങ്ങനെയാണ്. മൾട്ടിജെറ്റ് ബൂസ്റ്റർ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും 1 ലിറ്റർ ടെർബോ ബൂസ്റ്റർ എഞ്ചിനിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഏകദേശം കാണാൻ ഇതേപോലെ തന്നെയാണ്. പിന്നെ മൈലേജിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ടെർബോ വരുമ്പോഴത്തേക്ക് അത് സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 2 വണ്ടികൾക്കും സെയിം ആണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ വാഹനത്തിന് എനിക്ക് കൊല്ലം ടു ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ, അതായത് 100-120 ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ തന്നെ എനിക്ക് 18+ മൈലേജ് കിട്ടാറുണ്ട്. പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് 10-അടുപ്പിച്ചാണ് മൈലേജ് കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്ക് കാര്യം അറിയില്ല. അപ്പം ഞാൻ 2 വട്ടം ഷോറൂമിൽ കയറി വാഹനം സർവീസിന് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. യൂഷ്വലി ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് അങ്ങനെ മൈലേജ് കുറയാറുണ്ട്. അത് നമ്മൾ ആക്സിലേറ്റർ ഗിയർ മാറുന്ന സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ മതി, അത് ടാലി ആയിക്കോളും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് 13 മുകളിലേക്ക് സിറ്റിയിൽ കിട്ടുന്നില്ല. പക്ഷേ ലോങ്ങിൽ നല്ല മൈലേജ് കിട്ടുന്നതുണ്ട്. അപ്പോൾ അത്രയുമാണ് ഈ എൻജിൻ പരമായിട്ട് വാഹനത്തിൽ വരുന്നത്. പിന്നെ ഈ വാഹനത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടു, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇപ്പം കോമ്പാക്റ്റ് XUV ലെവലല്ല ഈ വാഹനം അവതരിപ്പിച്ചെങ്കിൽ പോലും നമ്മുടെ ടാറ്റ പഞ്ചിനേക്കാളും അതേ കണക്ക് തന്നെ KUV 300-നേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതിന് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഈ വാഹനത്തിന്. അപ്പോൾ ഈ വാഹനത്തെപ്പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് നമുക്ക് ഇൻറ്റീരിയർ എസ്തെറ്റിക്സിലൂടെ പോവാം. നമുക്ക് മാരുതി ഫ്രോൺസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇനി ഇൻറ്റീരിയർ വശം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലുക്കെന്ന് പറയാം. ഇതിപ്പോൾ ഡോറ് തുറന്നതിൻ്റെ അലാറമാണ് കേൾക്കുന്നത്, കാരണം കീ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഇപ്പോഴത്തെ സ്പീഡോമീറ്ററും നടുക്കായിട്ട് ഓഡോമീറ്ററും, പിന്നെ അത്യാവശ്യം വേണ്ട നമുക്ക് ബേസിക്സ് ആവറേജ് 14 ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ വെൽക്കം എന്നതിട്ട് വെൽക്കം മെസ്സേജാണ്. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, അതായത് റേഞ്ച് കാണിക്കുന്നുണ്ട് 62. അപ്പോൾ ഇതാണ് ഇതിനകത്ത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, 281 ട്രിപ്പ് A, ട്രിപ്പ് B,
പിന്നെ ടോട്ടൽ നമുക്ക് 37,400 കിലോമീറ്ററാണ് ഇപ്പോൾ ഒരു വാഹനം ഓടിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ നടുക്ക് കാണുന്ന ഈ ഒരു മീറ്റർ കളർ ഡിസ്പ്ലേ ആണ്. ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ കളറാണ്. ഇതിനകത്ത് കുറച്ചധികം ഡീറ്റെയിൽസും കൂടി വരുന്നുണ്ട്. പിന്നെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഇവിടെ വരുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ഇതിലുണ്ടെങ്കിലും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 360 ക്യാമറ ഉള്ളൊരു സിസ്റ്റമാണ് വരുന്നത്. മാത്രമല്ല അത്യാവശ്യം ഇതിലും വലുതായിട്ടുള്ളൊരു സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പുറത്തെ എസ്തെറ്റിക്സ് കിറ്റ് പോലെ തന്നെ അകത്തൊരു കിറ്റ് വരുന്നുണ്ട്. അത് ഞാൻ ഈ വണ്ടിക്ക് ചെയ്യണം. അതിലാകുമ്പോൾ AC-ലും അത് കണക്കിന് ഇവിടെയും അവിടെയും നമ്മുടെ ആ ഒരു AC വെൻറ്റിലും പിന്നെ ഡോർ പാഡിലും ഇവിടെ അതായത് നമ്മുടെ ഈ ഒരു ഫുൾ സെറ്റിൽ നമുക്ക് ആഡ് ഓൺസ് വരുന്നുണ്ട് ആ കിറ്റ് വാങ്ങുമ്പോൾ. പിന്നെ ഡോറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഇലുമിനേറ്റഡ് നെക്സ എന്ന് പറയുന്നിട്ട് ഒരു ഇലുമിനേറ്റഡ് കിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയർ കിറ്റിൽ അവർ കൊടുക്കുന്നത്. പിന്നെ മറ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ സൺഷെയ്ഡിലായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ എയർ ബാഗിൻ്റെ വാർണിംഗ് മെസ്സേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കുറച്ച് ഗൈഡ് നോക്കണം. അത് കണക്ക് തന്നെ കുട്ടികളെ ചൈൽഡ് സീറ്റ് എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്, ഉൾട്ടായിട്ട് ലോക്ക് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു സൺഷെയ്ഡാണ് വരുന്നത്. പിന്നെ നമ്മുടെ എല്ലാ വാഹനങ്ങളിലും ഫ്രോൺസിൻ്റെ എല്ലാ മോഡലുകളിലും വരുന്ന ഒരു ഇതാണ്, അതായത് ലൈക്ക് ഹാലജൻ ഇൻറ്റീരിയർ ലൈറ്റ്സ് ആണ് വരുന്നത്. ഹാലജനാണ് നടുക്കത്തതും ഹാലജൻ തന്നെയാണ്. ഡോറ് ഹാലജൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ആക്സസറി ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ കാണുന്ന ഒരു നെറ്റ് ആക്ച്വലി ഇത് സൺഷെയ്ഡായിട്ട് ഉപയോഗിക്കാം, പക്ഷേ നെറ്റാണിത്. ഇതിനകത്ത് വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് മാരുതിയുടെ ജെനുവിൻ ആണെങ്കിൽ പോലും ഇത് ഫ്രോൺസിൻ്റെ ഇത് വരുന്നില്ല. ബലേനോടെയാണ് ഇത് നമുക്കിതിന് കൊടുക്കുന്നത്. അത് ഷോറൂമുകാർ തന്നെ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഒരു കോള് വന്നേ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത് അക്സസറീസിൽ ഷോറൂമിൽ തന്നെ ചെയ്തൊരു അക്സസറിയാണ് സീറ്റ് കവർ. പിന്നെ സീറ്റ് നമ്മൾ ഇപ്പം ഇതിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ മാറ്റ് വരുവാണെങ്കിൽ ഒരു നെക്സയുടെ തന്നെ ഒറിജിനൽ 5D മാറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അടിയിൽ ഒരു വാട്ടർ പ്രൂഫ് കാർപ്പറ്റ് പോലത്തെ ഒരു ഇതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിലും. അതേപോലെ തന്നെ ഇൻറ്റീരിയർ എല്ലാ വാഹനത്തിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴാണ് ആ ബുദ്ധിമുട്ട്. അതായത് ബാക്കിലെ ഹെഡ് റൂം അത്യാവശ്യം ഞാനിരുന്നാൽ പോലും തട്ടുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നല്ല അത്യാവശ്യം ലെഗ് സ്പേസ് നല്ല രീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അണ്ടർത്തെ സപ്പോർട്ട് അത്യാവശ്യമുണ്ട്. ഒരു ലോങ് ഒക്കെ പോകാൻ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ബാക്കിൽ ഇരുന്നിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഈ ഡെൽറ്റ പ്ലസ് എന്ന ഈ ഒരു മോഡലിൽ റിയൽ AC വെൻറ്റ് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മീൻ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മുമ്പായിരുന്നെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് ലൈറ്ററൊക്കെ വരുന്നൊരു ഇതാണ്. ഇപ്പോൾ എന്നാലും നമ്മൾ ചാർജിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ കാരണം ഇത് കണ്ടോ, ഇത് അത്യാവശ്യം താന്നിട്ടാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ചാരി ഇരിക്കുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് തല തട്ടാൻ സാധ്യതയുണ്ട്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ രീതിയിലും നോക്കുമ്പം വാഹനം അടിപൊളിയാണ്. ഇൻറ്റീരിയർ എന്നുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത്. അപ്പം ഇൻറ്റീരിയറിലേക്ക് ഇതാണ് പ്രോപ്പർ ഇൻറ്റീരിയറിൻ്റെ നമുക്ക് അകത്തെ എന്നുള്ള ലുക്ക് വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് മോഡലിലേക്ക് വരുവാണെങ്കിൽ പോലും ഏകദേശം സെയിം ലുക്ക് തന്നെയാണ്. പക്ഷേ ഫങ്ഷൻസിലും സ്ക്രീൻ സൈസിലും വ്യത്യാസമുണ്ടെന്ന് മാത്രം. നമ്മുടെ ഗിയർ വരുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിൽ നമുക്ക് മാനുവൽ ആക്കാനും റണ്ണിങ്ങിൽ തന്നെ മാനുവൽ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു AC കൺട്രോൾസ് വരുന്നത് പ്രീമിയം ലെവലാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ മേഴ്സിഡീസ് ബെൻസിൽ വരുന്ന അതേ സ്റ്റൈലിലുള്ളൊരു കൺട്രോൾസാണ് ഇവിടെ വരുന്നത്. ഇതിപ്പം ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ആയാലും എല്ലാം ഒരു മേഴ്സിഡീസ് ബെൻസ് ടച്ച് ഉണ്ട്. മുൻകാല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എല്ലാം സ്ക്രീനാണ് മേഴ്സിഡീസ് വരുമ്പോൾ. പക്ഷേ മുൻകാല മേഴ്സിഡീസ് വാഹനങ്ങൾ കണ്ടൊരു അതേ രീതിയാണ് ഇതിന് വരുന്നത്. നമുക്ക് ബട്ടൺസും എല്ലാം ഏകദേശം അതിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലൊക്കെ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വാഹനം ഓഫ് ചെയ്തിട്ട് എൻ്റെ അനുഭവം ജസ്റ്റ് ഒന്ന്
പറയാം. എനിക്ക് ഈ 37,000 കിലോമീറ്റർ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് തോന്നിയ അനുഭവങ്ങളും പ്രോൺസും കോൺസും ഞാൻ പറയാം. ഓക്കെ, അപ്പം ഈ വാഹനമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരുപാട് ഈ 37,000 കിലോമീറ്ററിൽ 100 കിലോമീറ്റർ പോലും മറ്റാരും വാഹനം ഓടിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് ഈ വാഹനം എവിടെയെല്ലാം പോയിട്ടുണ്ട് അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് കാട് കയറിയിട്ടുണ്ട്, മല കയറിയിട്ടുണ്ട്, ചെറിയ ഓഫ് റോഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ റൈഡ്സ് പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഈ വണ്ടി ഭയങ്കര കംഫോർട്ടായിരുന്നു. ഒരിക്കൽ പോലും റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് ആകപ്പാട് നോർമൽ സർവീസിൽ നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ചെയ്തത് ഞാൻ ഒരു വട്ടം ബ്രേക്ക് പാഡ് മാറി, അതല്ലാതെ മറ്റ് ഇതൊന്നും ചെയ്തിട്ടില്ല. അതായത് 20,000 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ ബ്രേക്ക് പാഡ് മാറിയിരുന്നു. 30,000 കിലോമീറ്റർ നമ്മൾ ബ്രേക്ക് പാഡ് മാറിയിരുന്നു. അതല്ലാതെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. നോർമൽ സർവീസ് മാത്രമാണ്. പിന്നെ നോർമൽ സർവീസ് വരുമ്പോൾ ആദ്യത്തെ എല്ലാം ഫ്രീ ആയിരുന്നു, ആദ്യത്തെ 3 സർവീസ്. പക്ഷേ ആദ്യത്തെ 3 സർവീസ് പേഴ്സണലി തോന്നാണെങ്കിൽ ഒരു ഉടായിപ്പായിട്ട് തോന്നി. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സർവീസ് ചെയ്യുന്ന 1000 കിലോമീറ്ററിലാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല. വണ്ടി ചുമ്മാ നോക്കുക, വാഷ് ചെയ്യുക, തരിക. രണ്ടാമത്തെ വരുന്നത് 5,000-ലാണ്. അതിലും സെയിം ഓയിൽ ചേഞ്ച് പോലും ഇല്ല, ഒന്നുമില്ല. പിന്നെ മൂന്നാമത്തെ വരുമ്പോൾ ആണ് ഓയിൽ ചേഞ്ച്. അതായത് 10,000-ലാണ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഫോർത്ത് സർവീസ് ചെയ്തതും അടുത്ത 10,000 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആദ്യത്തെ 3 സർവീസ് 1000-ലും 5,000-ലുള്ള സർവീസ് ഒരു ആദ്യത്തെ 3 സർവീസ് ഫ്രീ സർവീസാണ്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ, വണ്ടി പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ബാക്കിലേക്കുള്ള ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നം മാത്രം, നമ്മുടെ ഇൻറ്റീരിയറിൽ ബാക്കിൽ ഇവിടുത്തെ ഈ സീറ്റിൻ്റെ ഒരു ഇത് വെച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല, ബാക്കിൽ തല തട്ടുന്നുണ്ട്. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പം സിറ്റി മൈലേജ് അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് 14, ഇപ്പോൾ ഞാൻ ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ കണ്ടില്ലേ 14 എനിക്ക് കിട്ടുന്നത്. ചില സമയത്ത് അത് 8 വരെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തവണ എറണാകുളത്ത് പോയപ്പം അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഒരു 8 മൈലേജ് ഒരു മാരുതി വാഹനത്തിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ മേ ബി ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ടായിരിക്കാം അങ്ങനെ മൈലേജ് കുറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഫ്രോൺസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ എനിക്കൊരു ഇരട്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു കൊച്ചു വ്ളോഗിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.